ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ഇഫ്താറിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കപ്പപ്പുഴുക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കപ്പപ്പുഴുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ നമുക്കിത് വീഡിയോയിലേക്ക് പോവാം. അതിനാവശ്യമായിട്ട് ഞാൻ ഈ ഒരു സൈസിലുള്ള കപ്പാണ് എടുത്തിട്ട്, കപ്പ എന്ന് പറയും, പൂള എന്നൊക്കെ പറയും. ഈ ഒരു സൈസിലുള്ള കപ്പ എടുത്തിട്ടുണ്ട്. ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. കപ്പ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി വെക്കാം. അതുപോലെ പച്ചക്കായൻ്റെ തൊലികളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി മാറ്റി വെക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ചെറുപയറും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് മൂന്നും നമുക്ക് കുക്കറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കുക്കറിലേക്ക് ഇത് മൂന്നും ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. കപ്പ മുങ്ങുന്ന ആ ഒരു പരുവത്തിൻ്റെ അത്ര മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ശേഷം ഞാനിതിൽ പാകത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലർ പറയുന്ന കേക്ക് ഇതുപോലെ കപ്പ പുഴുങ്ങുന്ന സമയത്ത് ഉപ്പ് ചേർത്താൽ വേവിച്ച് കിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ ഇതിലേക്ക് സാധാരണ കപ്പ പുഴുങ്ങുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കലുണ്ട്. ഒരു 3 വിസിലടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ചെറു തീയിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കൽ. കാരണം ഇതിൽ ചെറുപയറും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് ചെറിയ തീയിലിട്ട് വേവിക്കുന്നതാണ് നല്ലത്. ഈ സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 4 പച്ചമുളക്, ചെറിയുള്ളി, ഒരു 4 ചെറിയ ചെറിയുള്ളി, 2 ചെറിയ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 പച്ചമുളക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എരിവ് അത്ര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 പച്ചമുളക് ചേർത്താൽ മതി. ശേഷം ഇതുപോലെ 2 വലിയ കൈപ്പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് പെരിഞ്ജീരകം ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ജീരകമല്ല, പെരിഞ്ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ കപ്പ വെന്ത് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് എന്താക്കാം, ഒന്നൊന്ന് മൺചട്ടിയിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. ഇപ്പോൾ കപ്പയും പച്ചക്കായും ചെറുപയറൊക്കെ നല്ലോണം അത്യാവശ്യം പാകത്തിന് വെന്ത് കിട്ടിയതിന് ശേഷം ഞാനിതൊന്ന് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശേഷം നമ്മൾ അരച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, തേങ്ങേൻ്റെ അരപ്പ്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇതൊക്കെയെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന, നോമ്പ് 30 ദിവസം ഉണ്ടാക്കുന്ന, മാഷാ അല്ലാഹ് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് കേട്ടോ കപ്പപ്പുഴുക്കാണ്ടതും. മൂപ്പരാൾ ഉണ്ടാക്കി അവിടെ നിന്ന് ഞാൻ കഴിച്ചിട്ടാണ്ടോ പിന്നെ എനിക്കും ഭയങ്കര ഇത് ഇഷ്ടമായത്. അതിൻ്റെ ശേഷം ഞാനും ഇവിടെ വന്നാലും ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുള്ളി കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോമ്പിനോ അതെല്ലാം ഡിന്നർ സമയത്തോ ഒക്കെ ഒന്ന് നമുക്ക് ഇതൊന്ന് വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. ഇപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി പിന്നെ നമുക്ക് ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് തൂമിച്ച് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 3-4 അല്ലി ചെറിയുള്ളി ചേർത്തിട്ട് ഒന്ന് ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ബ്രൗൺ നിറമായതാ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ മിക്സാക്കുക. ഇപ്പം നമ്മളുടെ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രമായിട്ട് കഴിക്കുന്നതും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി അധികം നമ്മൾ വീട്ടിലിത് കഴിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നൈസ് പത്തിരീൻ്റെ കൂടാണ് ഇത് കഴിക്കൽ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ നൈസ് പത്തിരിയും ചെമ്മീൻ മുളകിട്ടതാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ ഈ നൈസ് പത്തിരിയും ഈ കപ്പപ്പുഴുക്കും ചെമ്മീൻ മുളകിട്ടും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു തവണ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയേണ്ടി. നമ്മൾ സാധാരണ പൂളക്കറിയൊക്കെ വെക്കലുണ്ട്, പക്ഷേ ഇതുപോലെ പൂളയും വായ്ക്കും ചെറുപയറും കൂടി ഇട്ടിട്ട് ഒന്ന് കറി വെച്ചിട്ട് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയേണ്ടി.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി, അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടി. നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കി പറയേണ്ടി. ഇതുപോലെ തന്നെയാണ് തയ്യാറാക്കലെന്നുണ്ടെങ്കിൽ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടി. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് കാണാം.